അമേരിക്കയിൽ FBI ഡയറക്ടറായി, FBI എന്ന് പറഞ്ഞാൽ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനാണ്. അമേരിക്കയിലെ അതിശക്തമായ രഹസ്യാന്വേഷണ സംവിധാനവും മറ്റും FBI ആണ്. നമ്മൾ ധാരാളം ഇംഗ്ലീഷ് സിനിമകളിലും ഹോളിവുഡ് മൂവീസിലും ഒക്കെ കണ്ടിട്ടുള്ളതാണ് FBI. ആ FBI തലപ്പത്തേക്ക് കഷ് പട്ടേൽ എന്ന ഇന്ത്യൻ ഒറിജിൻ വ്യക്തി വരികയും ഭഗവത്ഗീതയുടെ പുറത്ത് കൈവച്ച് അദ്ദേഹം സത്യപ്രതിജ്ഞ എടുക്കുകയും ചെയ്തത് വലിയ വാർത്തയായി. അത് കൗതുകമാണ്. അമേരിക്ക എന്ന രാജ്യത്തിന്റെ ഒരു നന്മയാണ്. അമേരിക്ക എന്ന രാജ്യത്തിന് അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങൾ കാണാം, തർക്കങ്ങൾ കാണാം, അവർ സ്റ്റാർട്ട് ചെയ്യുന്ന യുദ്ധങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് വിമർശനങ്ങൾ കാണാം. പക്ഷെ അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്ന ഈ ബഹുസ്വരതയുടെ വ്യത്യസ്ത വിഭാഗങ്ങളെ ആഘോഷിക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. മുമ്പ് ഒരു ബാരക് ഹുസൈൻ ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റ് ആവുകയും കറുത്ത വംശജനായ മുസ്ലിം ക്രിസ്ത്യൻ ദമ്പതികൾക്ക് പിറന്ന ഇന്തോനേഷ്യയിൽ ചെറിയ പ്രായമൊക്കെ ചെലവാക്കിയിരുന്ന ഒബാമ, മഹാത്മാഗാന്ധിയെയും മഹാഭാരതത്തെയും രാമായണത്തെയും ഇഷ്ടപ്പെട്ടിരുന്ന ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്നത് അമേരിക്കൻ ഡ്രീമിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അതേപോലെയാണ് ഇന്ത്യൻ ഒറിജിൻ കഷ് പട്ടേൽ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ 9th ഡയറക്ടറായി സ്ഥാനമേക്കുന്നത്. ഭഗവത്ഗീതയുടെ പുറത്ത് കൈവച്ചാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു എന്നുള്ളതും അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം വലിയ പ്രാധാന്യത്തോടെ കൊടുത്തിരുന്നു. നമ്മൾ ഇത് ലോകത്തിന് തന്നെ മാതൃകയാണ്. ഇതൊരു പോസിറ്റീവ് ന്യൂസാണ്. ഭഗവത്ഗീതയാണെങ്കിലും വിശുദ്ധ ബൈബിൾ ആണെങ്കിലും പരിശുദ്ധ ഖുറാൻ ആണെങ്കിലും ഇനി മറ്റ് ഏതെങ്കിലും അല്ലെങ്കിൽ പവിത്രമായ തോറയാണെങ്കിലും വിശുദ്ധമായ ബുദ്ധിസ്റ്റ് ധമ്മപദയാണെങ്കിലും അല്ലെങ്കിൽ വ്യത്യസ്ത മതങ്ങളിലെ വ്യത്യസ്ത പുസ്തകങ്ങൾ, ഇതെല്ലാം മാനവരാശിയുടെ പൊതു പൈതൃകങ്ങളാണ്. അപ്പോൾ എല്ലാ സമൂഹങ്ങളും അങ്ങനെ ബഹുസ്വരതയോടെ മതസൗഹാർദ്ദത്തോടെ വ്യത്യസ്തതകളെ അംഗീകരിച്ച് മുമ്പോട്ട് പോകുന്നത് കാണുന്നത് വളരെ സന്തോഷമുള്ളൊരു കാഴ്ചയാണ്. അത് അമേരിക്കയ്ക്ക് നല്ലതാണ്, ലോകത്തിന് നല്ലതാണ്. അതുകൊണ്ടാണ് ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ പോസിറ്റീവും ഗുണം ചെയ്യുന്ന കാര്യവുമാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. മുമ്പ് കോൺഗ്രസിലെ സുഭാഷ് സുബ്രഹ്മണ്യം, അദ്ദേഹവും അതായത് അമേരിക്കൻ കോൺഗ്രസിലെ സുഭാഷ് സുബ്രഹ്മണ്യവും അദ്ദേഹവും ഭഗവത്ഗീതയിൽ കൈവച്ച് സത്യപ്രതിജ്ഞ ചെയ്താണ് തുടങ്ങിയത്. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തുളസി ഗബാർഡാണ് അമേരിക്കയിലെ ഇപ്പോൾ DNI, ഇപ്പോൾ അമേരിക്കയിലെ ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ്. വളരെ വലിയ ഒരു പദവിയാണ്. അവിടെയൊക്കെ ആ ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് ആയി മാറുന്നത്. അപ്പോൾ അതൊരു ക്യാബിനറ്റ് ലെവൽ സെക്യൂരിറ്റി ഒഫീഷ്യൽ കൂടിയാണ്. വളരെ ഉന്നതമായ ഒരു പദവിയാണ്. ഈ 18 ഈ ഇന്റലിജൻസ് കമ്മ്യൂണിറ്റി ഏജൻസീസ് ഇവർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നാഷണൽ സെക്യൂരിറ്റി ഏജൻസി, സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി, CIA. നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന 2 പേരുകളാണ് CIA, FBI. അതൊക്കെ കൊടുക്കുന്ന ഒരു ഇന്ത്യൻ ഒറിജിൻ ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്ക് കൊടുക്കുന്നതൊക്കെ അമേരിക്കയുടെ നന്മയാണ്. ഇതേപോലെ നമ്മുടെ രാജ്യത്തിന്റെ നന്മ എന്താ? വ്യത്യസ്ത മതങ്ങളിൽ പെടുന്നവരെ ആഘോഷിക്കുകയും സെലിബ്രേറ്റ് ചെയ്യുകയും പ്രധാന പദവികളിൽ എത്തുകയും പൊസിഷൻസ് ഓഫ് പവറിലൊക്കെ അങ്ങനെ ഉണ്ടാകുന്നതാണ്. എനിക്കത് വളരെ സന്തോഷമായി തോന്നി. അദ്ദേഹം കഷ് പട്ടേലിന്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നറിയില്ല. പുള്ളി കുറച്ചൊരു സ്ട്രോങ് റൈറ്റ് വിങ്ങർ ആണെന്നാണ് പറയപ്പെടുന്നത്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയും കാണാതിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അത്തരം ബഹുസ്വരതയുടെ പരിശുദ്ധ ബൈബിളും വിശുദ്ധ ഖുറാനും പവിത്രമായ ഭഗവത്ഗീതയും എല്ലാ ധർമ്മകേന്ദ്രങ്ങളും ആഘോഷിക്കുന്ന മതസൗഹാർദ്ദത്തിന്റെ ഒരു നല്ല കാഴ്ച അമേരിക്കയിൽ നിന്ന് കണ്ടത് നിങ്ങളിൽ എത്തിക്കുകയാണ് ഞാൻ ചെയ്തത്. നമസ്കാരം.